Welcome, dear learners, to the Niels Academy Scientific Officer. At present, we are going to discuss the general characters of algae. In the previous class, we discussed the classification of algae, mainly classification of Frisch and Smith. അപ്പം നമ്മളിപ്പം ജനറൽ ക്യാരക്ടേഴ്സ് ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഇന്നലെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ അതിലിടയിലിടയിൽ കുറച്ചൊക്കെ പറഞ്ഞു വന്നിരുന്നു. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഇപ്പം ആൽഗെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആൽഗെ എന്ന് പറയുന്ന മെയിൻലി ദേ ആർ aquatic in the sense you can see they are living in both fresh water and marine forms കാണുന്നുണ്ട്. ആൻഡ് അപ്പൊ ഈ ആൽഗെ എന്ന് പറയുന്നത് തന്നെ ദേ ആർ ഹൈലി ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ പല ഫോംസിൽ കാണുന്നുണ്ട്. അതായത് ദേ ആർ എക്സിബിറ്റിംഗ് ഇങ്ങനെ ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ദെയർ ഹാബിറ്റാറ്റ്. അപ്പം ഈ ആൽഗെ ദേ ആർ യൂണിസെല്ലുലാർ ഫോംസ് തൊട്ടിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫോംസ് വരെ ഉണ്ട്. യൂണിസെല്ലുലാർ ദിസ് മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് ആൽഗെ തുടങ്ങിയിട്ട് വലിയ ജെയിൻ ഫോംസ് ഓഫ് കെൽപ്സ് വരെ ഉണ്ട്. അപ്പം ഈ ജെയിൻ ഫോംസ് ആണെങ്കിലും അത് വലിയ ട്രീനേക്കാളും വലിയ ആൽഗയൊക്കെ കാണും. ദാറ്റ് ഈസ് 700 to 100 മീറ്റർ വരെയുള്ള ആൽഗേസ് ഒക്കെ ഉണ്ട്. ആൻഡ് ബട്ട് ദേ ആർ നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സും സ്റ്റെം എന്നോ അങ്ങനെയൊന്നും നമുക്ക് ഈ ആൽഗയിൽ കാണാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ ഇതർ ഫിലമെന്റ് പോലെ ഇങ്ങനെ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ആൻഡ് അപ്പം ഈ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ടെങ്കിലും അത് ചിലത് മോട്ടൈൽ ആയിരിക്കും, ചിലത് നോൺ മോട്ടൈൽ, മോസ്റ്റ്ലി നോൺ മോട്ടൈൽ ഫോംസ് ഒക്കെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും സെഡൻഡറി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫോംസ് ഒക്കെ കാണാം. ആൻഡ് ദിസ് ആൽഗൽ സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സെൽ വാളിൽ 3 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണുന്നത്. ദാറ്റ് ഈസ് സെല്ലുലോസിക് level of organization. It has got a rigid cellulosic cell wall ആണ് ഉള്ളത്. ആൻഡ് അപ്പൊ ഈ സെൽ വാൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊകാരിയോട്ടിക് ഫോംസ് ഉണ്ട്, മീസോകാരിയോട്ടിക് ഫോംസ് ഉണ്ട്, യൂകാരിയോട്ടിക് ഫോംസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ 3 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കാണുന്നത്. പ്രൊകാരിയോട്ടിക് എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഏതാ മിക്സോഫൈസിയാണ് പ്രൊകാരിയോട്സ് വരുന്നത്. ആൻഡ് മീസോകാരിയോട്സ് എന്ന് പറയുന്നത് രണ്ട്, അതായത് പ്രൊകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആൽഗേസ് ഇതിൽ കാണും. ദാറ്റ് ഈസ് ഡൈനോഫ്ലജലേറ്റ്സ് ഒക്കെ എക്സാമ്പിൾസ്. ആൻഡ് യൂകാരിയോട്ടിക് മെജോറിറ്റി ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് ആണ്. ഓക്കെ, അപ്പം അതില് ഈ ആൽഗെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ ഒക്കെ കളേർഡ് ആണ് അല്ലേ. അപ്പം ഈ കളർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സർട്ടൺ പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. അപ്പൊ ഈ പിഗ്മെന്റ്സ് ദീസ് സെൽസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാസ്റ്റിഡ്സ് ആണ് ഈ പ്ലാസ്റ്റിഡ്സ് and there are various pigments, namely that is pigments എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, light absorbing substances and mainly chlorophyll തന്നെ chlorophyll A, B, C, D, E ഉണ്ട്. and carotenoids ഉണ്ട്. then lycopene, lutein എന്നുള്ള കുറെ പിഗ്മെന്റ്സിന്റെ പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പം മെയിൻലി ഓരോരോ ഡിവിഷനിൽ ക്യാൻ സി സ്പെസിഫിക് പിഗ്മെന്റ്സ് കാണാൻ പറ്റും. ആൻഡ് പിഗ്മെന്റ്സ് ഫോർ എക്സാമ്പിൾ ഫൈക്കോസയാനിൻ, ഫൈക്കോഎറിത്രിൻ, വയലോസാന്തിൻ അങ്ങനെയുള്ള പിഗ്മെന്റ്സ് എല്ലാം ആൽഗയിൽ കാണുന്നതാണ്. And another character is the presence of reserve food material. Mostly reserve food material can be seen in the presence mostly of starch and oil അല്ലെങ്കിൽ സ്റ്റാർച്ച് രൂപത്തിലാണ് കാണുന്നത്. ക്ലോറോഫൈസിയിലൊക്കെ മെയിൻലി സ്റ്റാർച്ച് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സാന്തോഫൈസിയെ, ബാസിലേരിയോഫൈസിയെ അതിലെല്ലാം ഓയിൽസ് ആണ് കാണുന്നത്. ഏതാ സാന്തോഫൈസിയെ, ബാസിലേരിയോഫൈസിയെ അതിൽ ഓയിൽസ് ആണ്. പിന്നെ അതുപോലെ ലാമിനാരിൻ, മാനിറ്റോൾ ഓയിൽസ് അങ്ങനെയുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ആൽഗയിൽ കാണുന്നുണ്ട്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ്. അപ്പം ഈ പറയുന്ന പോയിന്റ്സ് എന്താന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. Then and there is the plant body അല്ലെങ്കിൽ താലസ് എന്ന് പറയുന്നത് ഹിയർ ഇറ്റ് ഈസ് പാരൻകൈമാറ്റസ്.
പാരങ്കൈമാറ്റസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പാരങ്കൈമാറ്റസ് സെൽ. പറഞ്ഞു യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ട്. ഈ മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ടെങ്കിൽ തന്നെ വലുതാണെങ്കിലും ദേ ആർ നോട്ട് ഹാവിങ് കണ്ടക്ടിങ് ടിഷ്യൂസ്, അതായത് വാസ്കുലർ ടിഷ്യൂസ്. ഇത് ദാറ്റ് ഇസ് പ്രിമിറ്റീവ് ഫോംസ്, ആൻജിയോസ്പോംസ് ഒന്നും അല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ അപ്പം ഈ വാസ്കുലർ ടിഷ്യൂസ് ആബ്സെന്റ് ആണ്. മെക്കാനിക്കൽ ടിഷ്യൂസ് ഒന്നും അധികം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ താലസ് ഇസ് ഫോംഡ് ഓൺലി ഓഫ് പാരങ്കൈമാറ്റസ് സെൽസ്. പാരങ്കൈമാറ്റസ് സെൽസ് മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് യു ക്യാൻ സി, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഫ്ലജല്ല ഉണ്ട്. ഫോർ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ലോക്കോമോഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ഫ്ലജല്ലയുടെ got a 9+2 pattern of arrangement of microtubules. Microtubules arrange ചെയ്തിരിക്കുന്നത് 9+2 pattern ആണ്. And in case of reproduction takes place by vegetative, asexual and sexual methods വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ഓർമഗോണിയ ഫോർമേഷൻ, കൈനറ്റിസ് എക്സെട്ര. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോട്ടൈൽ സൂസ്പോസ് ഉണ്ടാവുന്നു. ഏതാണ് സൂസ്പോസ് എന്ന് പറയുന്നത്? ദേ ആർ മോട്ടൈൽ. പിന്നെ അതുപോലെ നോൺ മോട്ടൈൽ പ്ലാനോസ്പോസ്, ഓട്ടോസ്പോസ്, ഹിപ്നോസ്പോസ്, എക്സോസ്പോസ്, കാർപ്പോസ്പോസ്, എൻഡോസ്പോസ്. ഇതൊക്കെ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ പറയും. അപ്പൊ ഈ സ്പോസ് എല്ലാം അസെക്ഷൽ സ്പോസ് ആണ്. ഏതൊക്കെയാണ്? പ്ലാനോസ്പോസ്, ഓട്ടോസ്പോസ്, ഹിപ്നോസ്പോസ്, എക്സോസ്പോസ്, എൻഡോസ്പോസ് ആൻഡ് കാർപ്പോസ്പോസ്. അപ്പൊ ഈ സ്പോസ്, asexual spores, അവരെങ്ങനെ they will be produced in the sporangic അകത്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. അപ്പൊ അതില് റീപ്രൊഡക്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം ഈ റീപ്രൊഡക്ഷൻ 3 തരത്തില് പല ഡിവിഷനിൽ നടക്കുന്നുണ്ട്. ആൻഡ് ദീസ് സെക്സ് ഓർഗൻസ് ഉണ്ടാവുന്നുണ്ട്. സെക്സ് ഓർഗൻസ് യൂഷ്വലി they are unicellular forms ആണ് സെക്സ് ഓർഗൻസ്. they are not covered, അല്ലെങ്കിൽ നോൺ ജാക്കറ്റഡ് ആണ്. മൾട്ടിസെല്ലുലാർ സെക്സ് ഓർഗൻസ് റെയർ ആയിട്ടേ കാണുന്നുള്ളൂ ആൽഗയിൽ. ആൻഡ് അപ്പം ഈ സെക്സ് ഓർഗൻസ് എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്, നോൺ ജാക്കറ്റഡ് ആണ്. ഓക്കെ, പിന്നെ എംബ്രിയോ ഉണ്ടാവുന്നില്ല, എംബ്രിയോ ഫോം ചെയ്യുന്നില്ല. ഗ്യാമൈറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എംബ്രിയോ ഫോർമേഷൻ ആൽഗയിൽ കാണാറില്ല സാധാരണഗതിയിൽ. ആൻഡ് പക്ഷെ ദിസ് diploid stage can be seen most of the genera. That is life cycle കാണുന്ന diploid stage ഏതാണ്? സൈഗോട്ട് ഉണ്ടായാലും തന്നെ ഈ സൈഗോട്ട് ഡിപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ they will undergo മിയോസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ you can see sporophytic and gametophytic generations. അപ്പോൾ സ്പോറോഫൈറ്റിക് ജനറേഷൻ കാണുന്നുണ്ട്, ഗാമറ്റോഫൈറ്റിക് ജനറേഷനും ലൈഫ് സൈക്കിളിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്പോറോഫൈറ്റിക് ജനറേഷനും ഗാമറ്റോഫൈറ്റിക് ജനറേഷനും രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഒന്നിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഇസ് ഡിപെൻഡന്റ് ഓവർ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. നമ്മൾ ആൽഗെ ടെറിഡോഫൈറ്റ്സിലും ബ്രയോഫൈറ്റ്സിലും ഒക്കെ പഠിക്കുന്നില്ലേ, അതുപോലെയല്ല. ഹിയർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. സോ അപ്പൊ ആൽഗെ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ജനറേഷൻ കാണുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ കാണുകയാണെങ്കിൽ അതും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദി ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൽഗെ. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഇതിന്റെ താലസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ പ്ലാസ്റ്റിഡ്സ്, റിസർവ് ഫുഡ് മെറ്റീരിയൽസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്റ്റിഡ്സ് അതായത് റിസർവ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ റീപ്രൊഡക്ഷനിൽ പറയുമ്പം നമുക്കത് റീപ്രൊഡക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിന്റെ ഐസോഗമി, അനൈസോഗമി ഏതിലൊക്കെയാണ് നടക്കുന്നത്, എക്സാമ്പിൾസ് ആണ് ഇതെന്ന് സാധാരണ ചോദിക്കാറ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു.
Then next we can move on to thallus organization. Thallus organization, താലസ് നമ്മൾ പറഞ്ഞു ഈ പ്ലാന്റ് ബോഡീനെ താലസ് എന്നാണ് പറയുന്നത് എന്ന് അല്ലേ. അപ്പൊ താലസ് തന്നെ ആൽഗെ ഡൈവേഴ്സ് ഫോംസിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ പ്ലാന്റ് ബോഡി സാധാരണഗതിയിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹാവിങ് യൂണിസെല്ലുലാർ ഫോംസ്, പിന്നെ മൾട്ടി സെല്ലുലാർ ഫോംസും കാണുന്നുണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറയുന്നത് സിമ്പിൾ ടൈപ്പ് ഓഫ് ആൽഗയാണ്. അപ്പൊ യൂണിസെല്ലുലാർ പേരിൽ തന്നെ അറിയാം സിംഗിൾ സെൽഡ് ആണ്. അപ്പം ഈ സിംഗിൾ സെൽഡ് ചിലതെല്ലാം മോട്ടൈൽ ആയിരിക്കും. with the help of flagella they can move. ചിലത് നോൺ മൊട്ടൈൽ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡയറ്റംസ് ഒക്കെ നോൺ മൊട്ടൈൽ ആണ്. അതായത് ക്ലമഡോമോണസ് ഒക്കെ ആണെങ്കിൽ മൊട്ടൈൽ ആണ്. അവർക്ക് 2 ഫ്ലജല്ല ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലതെല്ലാം സെഡൻഡറി ആയിരിക്കും. അപ്പം ദേ ആർ കോൾഡ് കോക്കോയിഡ് ഫോംസ്, ഫ്ലോറല്ലയിൽ കാണുന്നത് ഫ്ലോറല്ല. ഓക്കെ, അപ്പൊ അതാണ് യൂണിസെല്ലുലാർ ഫോംസ് ഓഫ് ആൽഗെ. നെക്സ്റ്റ് ഇസ് മൾട്ടി സെല്ലുലാർ ഫോംസ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ കൂടുതലും ആൽഗയും മൾട്ടി സെല്ലുലാർ ഫോംസ്, ജെയിൻ ഫോംസ് ഓഫ് ആൽഗെ ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ മെനി സ്പീഷീസ് ആർ മൾട്ടി സെല്ലുലാർ. മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലെക്സ് ഓർഗനൈസേഷൻ ആണ് കാണുന്നത് ആൽഗേനെ കൺസിഡർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് ബേസ്ഡ് ഓൺ ദി റേഞ്ച് ഓഫ് താലസ് ഓർഗനൈസേഷൻ. ഇങ്ങനെയാണ് താലസ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് 6 മേജർ ടൈപ്സ് ഓഫ് ആൽഗെ ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് കൊളോണിയൽ, ഹാവിങ് കൊളോണിയൽ താലസ്. പിന്നെ ഉള്ളതാണ് പാൽമെല്ലോയിഡ് താലസ് ഉള്ളത്, ഡെൻഡ്രോയിഡ് താലസ് ഉള്ളത്, ഫിലമെന്റസ് താലസ്, ഹാവിങ് ഫിലമെന്റസ് താലസ്, then siphonous thallus and parenchymatous thallus. Okay, അപ്പൊ മൾട്ടി സെല്ലുലാർ ഫോംസ് ഓഫ് ആൽഗേനെ ഇങ്ങനെ 6 എണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തേത് നോക്കാം, കൊളോണിയൽ. പേര് തന്നെ അറിയാം, കോളനി ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം ദേ ആർ ഇങ്ങനെ ലൂസ്ലി ഫോംഡ്, അഗ്രിഗേറ്റ് ചെയ്തിട്ട് കുഞ്ഞു കോളനി ആയിട്ട് ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ കോളനി ഒന്നില്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും, ഫിലമെന്റാർ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ചില കോളനീസ് ഒക്കെ മൊട്ടൈൽ ആയിരിക്കും. ഈ കോളനീസ് എല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ നീങ്ങി പോവും. ഓക്കെ, അപ്പം ആ സ്ഥാനത്ത് ചിലതാണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ദാറ്റ് ഫസ്റ്റ് വൺ കൊളോണിയൽ ഫോംസിന് കൊളോണിയൽ ഈ മൂവ് ചെയ്യുന്നത് ആണ് വോൾവോക്സ്. ആൻഡ് ഹൈഡ്രോഡിക്റ്റിയോൺ എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോരോ കോളനിയിൽ ചില ഇതിലൊക്കെ ഫിക്സ്ഡ് നമ്പർ ഓഫ് സെൽ ഡിവിഷനും ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഈ വോൾവോക്സ് കോളനി ഡിവിഷൻ ഓഫ് ലേബർ കാണുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഫിക്സ്ഡ് നമ്പർ ഓഫ് സെൽസ് ആയിരിക്കും. വോൾവോക്സ് കോളനിയുടെ പേരാണ് സീനോബിയ, COENOBIA, സീനോബിയ. ഓക്കെ, ദെൻ അടുത്ത കോളനിയാണ് പാൽമെല്ലോയിഡ് താലസ്. സോറി, നോട്ട് കോളനി, അടുത്ത താലസ് പാൽമെല്ലോയിഡ് എന്ന് പറയുമ്പോൾ ഹിയർ വെജിറ്റേറ്റീവ് സെല്ലുണ്ട്. ആ വെജിറ്റേറ്റീവ് സെല്ലിന് ചുറ്റുമായിട്ട് ഒരു മ്യൂസിലേജിനസ് മാട്രിക്സ് കാണാൻ പറ്റും. ഓക്കെ, അതായത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു താലസ് ആണ്. ആ മൾട്ടി സെല്ലുലാർ താലസിന് ചുറ്റുമായിട്ട് പൊതുവെ ഈ ആൽഗയൊക്കെ തൊട്ട് നോക്കി ഇങ്ങനെ വഴുവഴുപ്പായിട്ട് ഇരിക്കില്ലേ. അപ്പൊ ഹിയർ ഈ പാൽമെല്ലോയിഡ് ഫോംസ് മെയിൻലി ഇന്നർ ക്യാൻ സി വെജിറ്റേറ്റീവ് സെൽ ആൻഡ് സറൗണ്ടഡ് ബൈ എ മ്യൂസിലേജിനസ് മാട്രിക്സ്. അങ്ങനെയാണ് ഈ പാൽമെല്ലോയിഡ് ഫോംസ് കാണാം. എക്സാമ്പിൾ ടെട്രാസ്പോറ. ഇതിന്റെ എല്ലാം ഈ ഫോംസും താലസ് ഓർഗനൈസേഷനും പിന്നെ അതിന്റെ എക്സാമ്പിളുമാണ് നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഡെൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ബ്രാഞ്ച്ഡ് ഫോം ആയിരിക്കും. അപ്പം ബ്രാഞ്ചിങ് മൾട്ടി സെല്ലുലാർ താലസ് ആയിരിക്കും. അപ്പൊ ഒരു ഏകദേശം ഡെൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ ട്രീ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ട്രീ ഫോം പോലെ ആയിരിക്കും ഇതിനെ കാണുന്നത്. അപ്പൊ ഇതില് മ്യൂസിലേജിനസ് സെക്രീഷൻസ് ഒക്കെ കാണാം. എക്കാലോസിസ്റ്റസ് ആണ് എക്സാമ്പിൾ. ഓക്കെ, അടുത്തതാണ് ഫിലമെന്റസ് താലസ്. ആ പേര് തന്നെ അറിയാം എങ്ങനെയാണ്, ഫിലമെന്റസ് ഓർഗനൈസേഷൻ ആണ് കാണുന്നത്. മോസ്റ്റ് ഓഫ് ദി ആൽഗെ ആർ മൾട്ടിസെല്ലുലാർ ഫോംസ് ആണ്, ഫിലമെന്റസ് ആണ്. അപ്പൊ ഈ ഫിലമെന്റസ് എന്ന് പറയുന്നത് ഫിലമെന്റസിൽ തന്നെ ഇങ്ങനെ ഇരിക്കും,
ചില കേസിൽ ഈ ഫിലമെന്റസ് മേ ബി മോണോസൈഫണസ്. സൈഫൺ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ഹോളോ ഇങ്ങനെ ട്യൂബ് പോലെ. അപ്പൊ ഈ സൈഫൺ, അപ്പം ഈ മോണോസൈഫൺ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അങ്ങനെ സൈഫണേഷ്യസ് ആയിരിക്കും മോണോസൈഫണസ്. അപ്പൊ പോളിസൈഫണേഷ്യസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് ഉണ്ടാവും. ഓക്കെ, അപ്പം മോണോസൈഫണസ് ഫോംസ് ആണ് ബെട്രാക്കോസ്പൊമം. പോളിസൈഫണസ് ഫോംസ് ആണ് പോളിസൈഫോണിയ പേര് തന്നെ അറിയാം. ദാറ്റ് ഈസ് പോളിസൈഫണസ് ഫോംസ് ആണ്. ഓക്കെ, പിന്നെ ചിലതാണെന്ന് വെച്ചാൽ ഇങ്ങനെ യൂണിസീരിയേറ്റ് ഫ്രീ ഫ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. എക്സാമ്പിൾ ക്ലാഡോഫ്ലോറ, പിന്നെ അതുപോലെ യൂളോത്രിക്സ് ഉണ്ട്. ഓക്കെ, യൂളോത്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അൺബ്രാഞ്ച്ഡ് ഫോം ആണ് യൂളോത്രിക്സ്. പിന്നെ അതുപോലെ ഒരു ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആൽഗയാണ് എക്ടോകാർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ സൈറ്റോനിയമയിൽ ഇങ്ങനെ ഫോൾസ് ബ്രാഞ്ചിങ് ആണ് കാണുന്നത്, ഫോൾസ് ബ്രാഞ്ചിങ്. അപ്പൊ ഈ എക്ടോകാർപ്പസ് ആൻഡ് സൈറ്റോനിയമ ഇമ്പോർട്ടന്റ് ആണ്. എക്ടോകാർപ്പസ് എന്ന് പറഞ്ഞാൽ അതിലെങ്ങനെയാണ് ഡൈക്കോട്ടമസ് ആൻഡ് ട്രൂ ബ്രാഞ്ചിങ് ആണ് കാണുന്നത്. ഇതർ ലാറ്ററൽ ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് കാണാൻ പറ്റും ഇൻ ദിസ് എക്ടോകാർപ്പസ്, ഓർ ട്രൂ ബ്രാഞ്ചിങ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് സൈറ്റോനീമ എന്ന് പറഞ്ഞാൽ അവിടെ യു ക്യാൻ സി ഫോൾസ് ബ്രാഞ്ചിങ് ആണ് കാണുന്നത്. ദെൻ അടുത്തതാണ് സൈഫണസ് താലസ്. ഹിയർ സൈഫണേഷ്യസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ് കാണുന്നത്. അസെപ്റ്റേറ്റ് സെല്ല് does not separated by a septa. സെൽ വാൾ അതിന്റെ ഒരു സെല്ലിനകത്ത് ഇങ്ങനെ സെപ്റ്റ ഒന്നും ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു സെല്ലിനകത്ത് തന്നെ ധാരാളം ന്യൂക്ലിയസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ആ കണ്ടീഷനാണ് സീനോസൈറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഹിയർ സൈഫണേഷ്യസ് മീൻസ് ദേ ആർ അസെപ്റ്റേറ്റ്, സീനോസൈറ്റിക് ആൻഡ് എലോങ്ങേറ്റഡ് വിതൗട്ട് ഡിസ്റ്റന്റ് ഡിഫറൻസിയേഷൻ. ഒരു ഡിഫറൻസിയേഷൻ ഒന്നും കാണില്ല. എക്സാമ്പിൾ വോച്ചേറിയ. നെക്സ്റ്റ് പാരങ്കൈമാറ്റസ് താലസ്. അപ്പൊ ഈ പാരങ്കൈമാറ്റസ് താലസ് മെയിൻലി ബ്രൗൺ ആൽഗയിൽ കാണുന്നതാണ്. ഏകദേശം ഒരുവിധം വലിയ ആൽഗകളൊക്കെ കാണുന്നത് ഈ ബ്രൗൺ ആൽഗയിലാണ്. ഇപ്പൊ ഗ്രാസിലേരിയ, സർഗാസം, ലാമിനേരിയ ഇതെല്ലാം മീറ്റർ കണക്കിന് നീളം ഉണ്ടാവും. എന്നാൽ അതില് എന്താണ് മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ടിഷ്യൂ അതായത് എന്താ പാരങ്കൈമാറ്റസ് ടിഷ്യൂസ് മാത്രമേ കാണുന്നുള്ളൂ. വാസ്കുലർ ടിഷ്യൂസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം പാരങ്കൈമാറ്റസ് താലസ് കാണുന്നതാണ് ഈ മോസ്റ്റ് ഓഫ് ദ ബ്രൗൺ ആൽഗയിൽ. എക്സാമ്പിൾ സർഗാസം, ലാമിനാരിയ. അതുപോലെ തന്നെ റെഡ് ആൽഗിയാണ് ഗ്രാസിലേറിയ, പോർഫൈറ എന്ന് പറയുന്ന റെഡ് ആൽഗയില്. പിന്നെ അതുപോലെ ചില ഗ്രീൻ ആൽഗയില് കാര, അൾവ ഇതിലെല്ലാം പാരങ്കൈമാറ്റസ് താലസ് ആണ് കാണുന്നത്. സർഗാസം, ലാമിനേരിയ ബ്രൗൺ ആൽഗെ, ഗ്രാസിലേറിയ, പോർഫൈറ റെഡ് ആൽഗെ, ആൻഡ് ഗ്രീൻ ആൽഗയ്ക്ക് കാണുന്ന ഇതാണ് കാര ആൻഡ് അൾവ. അപ്പൊ ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു താലസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം how reproduction takes place in algae. So we can deal with vegetative reproduction. എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തേത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. സാധാരണ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിലൊക്കെ നടക്കുന്ന പോലെ തന്നെ, യൂണിസെല്ലുലാർ ഫോംസിലൊക്കെ നടക്കുന്ന പോലെ തന്നെ ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓൾസോ ടേക്സ് പ്ലേസ് ബൈ ഫിഷൻ അറിയാം. ഫ്രാഗ്മെന്റേഷൻ, പിന്നെ അതുപോലെ ബഡ്ഡിങ്, പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോട്ടോണീമ, ട്യൂബേഴ്സ്, ബൾബിൾസ് അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എല്ലാം ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് പുതിയ ഫോംസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു ഫിഷൻ ടേക്സ് പ്ലേസ് ഇൻ യൂഗ്ലീന ആൻഡ് പ്ലൂറോകോക്കസ്. ദെൻ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്പൈറോഗൈറ, യൂളോത്രിക്സ്, നോസ്റ്റോക്ക്, അഫാനോകാസ്പ. ഇതൊക്കെ ഫിലമെന്റസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ഫിലമെന്റിൽ നിന്ന് ഒരു ഫ്രാഗ്മെന്റ് ബ്രേക്ക് ഉണ്ടാവും, ബ്രേക്ക് ചെയ്യുന്നു. അത് പിന്നെ ക്യാൻ റീജനറേറ്റ് ഇൻ ടു എ ന്യൂ ബോഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോ സൈഫൺ എക്സാമ്പിൾ കാണുന്നത്.
then and in some species it is എന്താ ഉണ്ടാവുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ അതിന്റെ പേരാണ് ജെമ്മെ. ഈ താലസിൽ തന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഫോം ചെയ്യണം. അതിൽ മാത്രം റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു താലസ് ഉണ്ടാവുന്നു. അത് ഈ പാരന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് they will germinate and can grow into a new algae. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. എക്സാമ്പിൾ ദാറ്റ് ഇസ് Fassaleria. Okay, then next is formation of Hormogonia formation നടക്കുന്നത് ഓക്സിലിറ്റേറിയ, നോസ്റ്റോക്ക് അങ്ങനെയുള്ളതിലെല്ലാം ദാറ്റ് ഇസ് ഹോർമോഗോണിയ ഫോം ചെയ്യുന്ന. അപ്പം ഈ ഹോർമോഗോണിയ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഫ്യൂ കുറച്ച് സെൽസ് ഉള്ള ഒരു റൗണ്ടഡ് എൻഡ്സ് ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഇത് ഈ ഫിലമെന്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് അടുത്ത ഒരു ഡിസ്ക് ലൈക്ക് അങ്ങനെ ഡിറ്റാച്ച് ചെയ്യും പാരന്റിൽ നിന്നും. അടുത്ത സെൽ ഡിവിഷൻ നടന്നിട്ട് ഇത് ഡിറ്റാച്ച് ചെയ്ത സാധനം അടുത്ത ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് സെൽ ഡിവിഷൻ നടന്ന് ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. ഓക്കെ, ഓക്സിലിറ്റോറിയലും നോസ്റ്റോക്കിലും ഒക്കെ കാണുന്നതാണ്. അപ്പൊ ഇത് യൂഷ്വലി എക്സ്ട്രീം അല്ലെങ്കിൽ ഡൈവേഴ്സ് പീരീഡ്സിൽ കാണുന്ന സമയത്താണ് ഈ ഹോർമോഗോണിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, then next is by the formation of protonema ഫോം ചെയ്യുന്നുണ്ട്. പ്രോട്ടോണീമ ഫോം ചെയ്യുന്നത് മെയിൻലി യു ക്യാൻ സി പ്രോട്ടോണീമ ഇൻ കാര. ഏകദേശം ഒരു പ്ലാന്റിനെ പോലെയൊക്കെ ഇരിക്കും കാണാൻ. അപ്പൊ ദിസ് ഇറക്റ്റ് ആണ്, ഫിലമെന്റസ് ആണ്. അപ്പൊ ഈ ഇതിന്ന് ഒരു സ്പോർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഫിലമെന്റസ് ബ്രാഞ്ചസ് എന്ന്. ആൻഡ് ഇത് ദിസ് ഫിലമെന്റസ് ഉണ്ടാവുന്ന ആ സ്പോർട്സിനെയാണ് അല്ലെങ്കിൽ ആ ജെർമിനേറ്റിംഗ് സ്പോറിനെയാണ് പറയുന്നത് പ്രോട്ടോണീമ. അപ്പൊ ഇതിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരയിലാണ് ഈ പ്രോട്ടോണീമ കൂടുതലായിട്ടും കാണുന്നത്. നെക്സ്റ്റ് ഇസ് ട്യൂബറും ഫോം ചെയ്യുന്നത് കാരയിലെ തന്നെയാണ്. അപ്പൊ ഈ റീജിയൻ ഓഫ് ലോവർ നോഡ്സ് ആൻഡ് റൈസോയിഡ്സ് അറിയാം. ദാറ്റ് ഈസ് എന്താ ഹോൾഡ് ഫാസ്റ്റ് ഏതെങ്കിലും സബ്സ്ട്രാക്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റൈസോയിഡ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ലോവർ നോഡ്സിലൊക്കെ യു ക്യാൻ സി സം ട്യൂബേഴ്സ് ഉണ്ടാവും. ആൻഡ് കാരയിലാണ് കൂടുതൽ കാണുന്നത്. ആൻഡ് ദീസ് ട്യൂബേഴ്സ് ജെർമിനേറ്റ് ടു ഫോം എ ന്യൂ പ്ലാന്റ് ബോഡി. അതുപോലെ തന്നെ അടുത്ത ഒരെണ്ണമാണ് ബൾബിൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോണീമ, ട്യൂബർ, ബൾബിൽ, മൈലം സ്റ്റാർസ് ഇതെല്ലാം കാരയിൽ ഫോം ചെയ്യുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ബൾബിൽസ് എന്ന് പറയുന്ന ചെറിയ ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഈ ബൾബിൽസ് ദേ ഡെവലപ്പ് ഇൻ ടു റൈസോയിഡ്സ്. ആൻഡ് റൈസോയിഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു. സോറി, they are developing on rhizoids. ബഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. എവിടെയാണ്? റൈസോയിഡ്സിലാണ് ബൾബിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബൾബിൽസ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്സ്. കുഞ്ഞു ബൾബ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അവിടെ എന്താ ബൾബിൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, അടുത്തതാണ് അമൈലം സ്റ്റാർസ്. ഇമ്പോർട്ടന്റ് ആണ് അമൈലം സ്റ്റാർസ്. അപ്പൊ ഈ സ്റ്റാർ ഷേപ്ഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് അമൈലം സ്റ്റാർ എന്ന് പറയുന്നത്. അമൈലം സ്റ്റാർ കാരയിലാണ് കാണുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന്റെ ഷേപ്പ് സ്റ്റാർ ഷേപ്ഡ് ആണ്. അപ്പൊ ഈ നോഡിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഈ അമൈലം സ്റ്റാർസിൽ ധാരാളം അമൈലം സ്റ്റാർച്ച് റിസർവ് ഫുഡ് മെറ്റീരിയൽ അമൈലം സ്റ്റാർച്ച് കാണാം. ഓക്കെ, അപ്പൊ ഈ മൈലം സ്റ്റാർ പ്ലാന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ദേ ക്യാൻ ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദി various types of vegetative reproduction. റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫിഷൻ വഴി, ഫ്രാഗ്മെന്റേഷൻ, ബഡിങ്,
by the formation of propagules. Hormogonia form ചെയ്യുന്നുണ്ട്. Protonema, tubers, bulbils, amylum stars. അതിലെ Protonema, tubers, bulbils and amylum stars ഫോം ചെയ്യുന്നത് കാരയിലാണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് we can move on to asexual reproduction in algae. അപ്പോൾ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് ബൈ ദി ഫോർമേഷൻ ഓഫ് വേരിയസ് കൈൻഡ്സ് ആണ്, സോറി വേരിയസ് കൈൻഡ്സ് ഓഫ് അസെക്ഷൽ സ്പോസ്. ഈ സ്പോസ് എവിടെയാണ് ഉണ്ടാവുന്നത്? സ്പൊറാഞ്ചിക്കകത്ത് ധാരാളം സ്പോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോസ് ഈ പ്ലാൻ ബോഡിയിൽ നിന്ന് പാരന്റിന്റെ പ്ലാൻ ബോഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സ്പോസ് ഫോം ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി ദി സ്പോസ് ആർ മൊട്ടൈൽ സ്പോസ് ആണ്. ആൻഡ് അതില് സൂസ്പോസ് മൊട്ടൈലാണ്. ബാക്കി ചിലതൊന്നും മൊട്ടൈൽ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്പോസ് ആൽഗയിൽ കാണുന്ന സ്പോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സൂസ്പോസ് പറഞ്ഞു, മൊട്ടൈൽ സ്പോസ് ആണ്. മൊട്ടൈൽ ആണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്ത് കാണും? ഫ്ലജല്ല കാണും. അപ്പൊ ദേ മേ ബി ബൈ ഫ്ലജല്ലേറ്റ് ഓർ മൾട്ടി ഫ്ലജല്ലേറ്റ്. അപ്പോൾ ഈ ഡ്യൂറിങ് ഫേവറബിൾ സീസണിൽ ഫോം ചെയ്യുന്നതാണ് സൂസ്പോസ്. ഇൻവോൾവ് ആണ്. ബൈഫ്ലജലേറ്റ് അല്ലെങ്കിൽ മൾട്ടി ഫ്ലജലേറ്റ് കാണാൻ പറ്റും. ഫേവറബിൾ സീസണിലാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ദാറ്റ് ഈസ് യു ക്യാൻ സീ ദി സൂസ്പോസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സൂസ്പോസ് ടേക്സ് പ്ലേസ് ഇൻ യുഡോഗോണിയം, ക്ലാഡോഫോറ, യുളോത്രിക്സ് ആൻഡ് വൗച്ചേറിയ. ഇതിലൊക്കെയാണ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോസ്, അതായത് സൂസ്പോസ് ഫോം ചെയ്യുന്നത്. അടുത്തതാണ് അപ്ലാനോസ്പോസ്. അപ്ലാനോസ്പോസ് എന്ന് പറയുന്നത് ദേ ആർ നോൺ ഫ്ലജല്ലേറ്റ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദേ ആർ നോട്ട് മൊട്ടൈൽ സ്പോസ്. അപ്പോൾ തിൻവോൾഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റ് ആണ്, ആൻഡ് ദേ കനോട്ട് മൂവ്. ഫ്ലജല ഒന്നും ഇല്ലല്ലോ, അപ്പം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്ലാനോസ്പോസ്. ഇത് അപ്ലാനോസ്പോസ് അൺഫേവറബിൾ കണ്ടീഷനിൽ സൂസ്പോസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്ലാനോസ്പോസ് വരുന്നത്. അൺഫേവറബിൾ കണ്ടീഷനിൽ ആ കണ്ടീഷൻ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ലാനോസ്പോസ് ഉണ്ടാവുന്നത്. ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ ഈ അപ്ലാനോസ്പോസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്ലാൻ ബോഡി ആവുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ യു ക്യാൻ സി the formation of aplanospores in Chlamydomonas, Ulothrix, Sygonema and Spirogyra. Clear ആയി കാണുന്നു വിചാരിക്കുന്നു. Zoospores and aplanospores. Then next is Echinitis. Echinitis എന്ന് പറഞ്ഞാൽ ഈ വെള്ളമില്ലാത്ത ഡ്രോട്ട് കണ്ടീഷൻ സമയത്ത് ഈ ഫിലമെന്റ് നിന്ന് വെള്ളമെല്ലാം നഷ്ടപ്പെട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് റൗണ്ടഡ് അല്ലെങ്കിൽ ഓവൽ ബോഡീസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പം ദേ സ്റ്റോർ പ്ലെന്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇതിനകത്ത് കാണാം. തിക് വാൾഡ് ആയിരിക്കും, ഹൈലി റെസിസ്റ്റന്റ് ആയിട്ട് ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള മോഡിഫൈഡ് വെജിറ്റേറ്റീവ് സ്ട്രക്ചറിനെയാണ് പറയുന്നത് അക്കൈനറ്റിസ്. ഓക്കെ, അപ്പം ഈ അൺഫേവറബിൾ കണ്ടീഷനെ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദി ആൽഗയിലും ഉണ്ടാവുന്നതാണ് ഈ അക്കൈനറ്റിസ്. ഓക്കെ, അപ്പൊ ഈ അക്കൈനറ്റിസ് ഡിവൈഡ് ചെയ്തിട്ട് ടു ഫോം അസെക്ഷൽ സ്പോസ്, ആൻഡ് അതിന്ന് വീണ്ടും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അക്കൈനറ്റിസ്. ദ നെക്സ്റ്റ് ഇസ് ഓട്ടോസ്പോസ്. ഓട്ടോസ്പോസ് നോൺ മൊട്ടൈൽ ആണ്. അപ്പം ദേ ആർ ഇൻവോൾവ് ആണ്, ആൻഡ് സം ആർ യൂണിസെല്ലുലാർ. എക്സാമ്പിൾ ക്ലോറല്ലയിലാണ് നമുക്ക് ഓട്ടോസ്പോസ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഓക്സോസ്പോസ്. ഓക്സോസ്പോസ് ഫോം ചെയ്യുന്നത് ഡയറ്റത്തിലാണ്. അപ്പൊ ഡയറ്റത്തില് സിലിക്ക പ്രസന്റ് ആണ്. അപ്പൊ ഈ സിലിക്കേഷ്യസ് വാൾ ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടാവുന്ന സ്പോറാണ് ഈ ഓക്സോസ്പോസ്. ഓക്കെ, the next is hypnospores. Hypnospores എന്ന് പറഞ്ഞാൽ multicellular hypnospores, they are unicellular ആണ്, യൂണിന്യൂക്ലിയേറ്റ് ആണ്.
Example, you can see Hypnospores in Chlamydomonas, Ulothrix, Vaucheria, and Pediastrum. Okay, the next is Exospores. Exospores എന്ന് പറഞ്ഞാൽ that is they are special type of naked aplanospores. Okay, പ്രോട്ടോപ്ലാസ്റ്റ് എക്സ്പോസ്ഡ് ആയിരിക്കും, അതിനെയാണ് എക്സോസ്പോസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കെമിയസ് സൈഫൺ. ദെൻ എൻഡോസ്പോസ്. എൻഡോസ്പോസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് അല്ലെങ്കിൽ നോൺ ഫ്ലജലേറ്റഡ് ആണ്, നോൺ മൊട്ടൈൽ സ്പോസ് ആണ്. അപ്പം ഈ സെൽസിനകത്ത് തന്നെയാണ് എൻഡോസ്പോസ് ഉണ്ടാവുന്നത്, സെൽസിനകത്ത്. മറ്റേത് എക്സ്പോസ്ഡ് ആണ്, എക്സോസ്പോസ്. ഓക്കെ, എക്സാമ്പിൾ Dermocapsa, Pleurocepsa. The next is Carpospores. Carpospores, you can see Carpospores in Porphyra and Polysiphonia. Haploid, diploid spores ഉണ്ടാവുന്നു. അതിനകത്ത് ഇതിനകത്ത് കാർപ്പോസ്പോറാഞ്ചിയത്തിനകത്താണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാർപ്പോസ്പോസ്. ദെൻ മോണോസ്പോസ് എന്ന് പറയുന്നത്, മോണോ മീൻസ് they are having same number of chromosome. നോൺ ഫ്ലജലൈറ്റ് ആണ്, നോൺ മൊട്ടൈൽ ആണ്. മോസ്റ്റ്ലി എല്ലാതും നോൺ മൊട്ടൈൽ ആണ്. മൊട്ടൈൽ എന്ന് പറയുന്നത് സൂസ്പോസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ബാക്കി എല്ലാം നോൺ മൊട്ടൈൽ ഫോംസ് തന്നെയാണ്. അപ്പം മോണോസ്പോസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും, അതാണ് ഓർക്കേണ്ടത്. ദെൻ ടെട്രാസ്പോസ്, ഇവിടെ ഇത് യൂണിന്യൂക്ലിയേറ്റ് ആണ്, നോൺ ഫ്ലജലേറ്റഡ്. ടെട്രാസ്പോസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെട്രാസ്പൊറാഞ്ചിക്കകത്ത് ഉണ്ടാവുന്നതാണ് റെഡ് ആൽഗെ, അതായത് പോളിസൈഫോണിയയിൽ കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ ആൽഗെ ഡിക്റ്റിയോട്ടയിലും കാണുന്നതാണ് ടെട്രോസ്പോസ്. ദെൻ പാരാസ്പോസ്, ടെട്രാസ്പോറോഫൈറ്റിൽ കാണുന്നതാണ് പാരാസ്പോസ്. ഡിപ്ലോയിഡ് സ്പോസ് ആണ് പാരാസ്പോസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി ടെട്രാസ്പോറോഫൈറ്റ്. റോഡോഫൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാരാസ്പോസ്. ഇത് പാരാസ്പോസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെട്രാസ്പോറോഫൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മീൻസ് ദേ ആർ ഡിപ്ലോയിഡ് ആണ്, ഓർക്കണം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി വേരിയസ് സ്പോർസ്, അസെക്ഷൽ സ്പോർസ്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, അത് വായിച്ചേക്കുക. ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ദി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗാമെറ്റിക് റീപ്രൊഡക്ഷൻ. ഇപ്പൊ എന്തായാലും രണ്ട് ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. These gametes are haploid. Haploid gametes fuse ചെയ്തിട്ട് we are getting diploid zygote. അപ്പൊ ഈ ഗാമെറ്റിക് ഫ്യൂഷൻ എക്സ്റ്റേണൽ ആയിട്ട് നടക്കുന്നുണ്ട്, ഇന്റേണൽ ആയിട്ട് നടക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഗാമെറ്റിക് ഫ്യൂഷൻ നടക്കുന്നതിന് എക്സാമ്പിൾ ഡിക്യൂട്ട, ഫ്യൂക്കസ്. ഇന്റേണലിൽ നടക്കുന്ന എഡോഗോണിയം, വോച്ചെറിയ, അവിടെ എല്ലാം ഇന്റേണൽ ഗാമെറ്റിക് ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൽഗയിൽ മെയിൻലി മേജർ കൈൻഡ്സ് എന്ന് പറയുന്നത് 3 തരത്തില് ഉണ്ട്. ഒന്ന് ഐസോഗമി, സെക്കൻഡ് വൺ അനൈസോഗമി, ആൻഡ് തേർഡ് വൺ ഇസ് ഊഗാമി, അല്ലെങ്കിൽ ഐസോഗാമസ് റീപ്രൊഡക്ഷൻ, അനൈസോഗാമസ് റീപ്രൊഡക്ഷൻ ആൻഡ് ഊഗാമസ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഐസോഗാമസ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് നടക്കുന്നുണ്ട്. ഈ ഐസോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, സെയിം സിമിലർ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ സിമിലർ കൈൻഡ്സ് ഓഫ് ഗാമേറ്റ്സ്. മോർഫോളജിക്കലി ഫിസിയോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിമിലർ സൈസ് മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി അങ്ങനെയുള്ള ഫ്യൂഷൻ നടക്കുന്ന ആ ഗാമേറ്റ്സിനെയാണ് പറയുന്നത് ഐസോഗാമേറ്റ്സ്. ഐസോഗാമേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഐസോഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് റീപ്രൊഡക്ഷൻ നടക്കുന്ന ഇങ്ങനെയാണ് പറയുന്നത് ഐസോഗാമസ് റീപ്രൊഡക്ഷൻ. അപ്പം ഇതിൽ തന്നെ ഫ്ലജലേറ്റഡ് സിമിലർ സൈസ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ക്ലമൈഡോമോണാസ് എക്സാമ്പിൾ നോൺ ഫ്ലജലേറ്റഡ് ആയിരിക്കും. അതിന് ബട്ട് സിമിലർ സൈസ് മോർഫോളജിക്കലി ഫിസിയോളജിക്കലി സിമിലർ ആണ്. അതിന് എക്സാമ്പിൾ ഇസ് പൈറോഗൈറ. Then next we can go to anisogamy reproduction, അല്ലെങ്കിൽ anisogamy, also known as heterogamy. Aniso different, hetero means different. Okay,
അപ്പം പേരും തന്നെ അറിയാൻ പറ്റും. അനൈസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2 ഗാമേറ്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആ 2 ഗാമേറ്റ്സും ഡിസിമിലർ ആണ്. അപ്പോൾ ഒന്ന് സ്മോൾ ആയിരിക്കും, ഒന്ന് ലാർജ് ആയിരിക്കും. വൺ സ്മോൾ ആക്റ്റീവ് ആൻഡ് മോട്ടൈൽ, അനദർ വൺ വിൽ ബി ലാർജ് ആയിരിക്കും, പാസീവ് ആയിരിക്കും. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ കൺസിഡർ ചെയ്താൽ മതി. സ്മോൾ ഗാമേറ്റ് ഇസ് കോൾഡ് മൈക്രോഗാമേറ്റ്, അത് മെയിൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ദ ലാർജ് വൺ ഇസ് മാക്രോഗാമേറ്റ് വിച്ച് ഇസ് ബിഹേവിങ് ആസ് ഫീമെയിൽ ഗാമേറ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള അനൈസോഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് അനൈസോഗാമി. അപ്പൊ ഈ അനൈസോഗാമി നടക്കുന്ന എക്ടോകാർപ്പസ്, പാൻഡോറീന, സ്പൈറോഗൈറ അങ്ങനെയുള്ള എല്ലാം അനൈസോഗാമസ് കാണുന്നുണ്ട്. ക്ലെമറ്റോമോണസിലും ആ ഒരു ഫോമിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ deal with oogamous reproduction. Oogami. ഇപ്പൊ 2 ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. They are different. എങ്ങനെയാണ്? മോർഫോളജിക്കലി, ഫിസിയോളജിക്കലി ആൻഡ് ബിഹേവിയർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ they are different. അപ്പോൾ ഒന്ന് സ്മോളർ ആൻഡ് മോട്ടൈൽ ആയിരിക്കും, ആൻഡ് അതർ വൺ വിൽ ബി ലാർജ്. ഇപ്പം ലാർജ് ഫീമെയിൽ, അത് ഓവം എന്ന് പറയും. ഇപ്പം സ്മോളർ വൺ മോട്ടൈൽ ഫോം, ഇറ്റ് ഈസ് നോൺ ആസ് മെയിൽ ഗാമേറ്റിന് പറയുന്ന പേരാണ് ആന്ത്രോസോയിഡ്സ്. അപ്പൊ ആന്ത്രോസോയിഡ്സും ഓവവും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ഊഗാമി. Anthrozoids are produced in the male sex organs. ആന്ത്രിഡിക്കകത്ത് ഈ ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓവ, ഇറ്റ് ഇസ് ഫീമെയിൽ സെക്സ് ഓർഗൻ. അതിനെ പറയുന്ന പേരാണ് ഊഗോണിയ. ഓക്കെ, അപ്പോൾ സർഗാസത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ക്ലിയർ ആയിട്ട് കാര, സർഗാസം അങ്ങനെയുള്ളതിലെല്ലാം കാണാൻ പറ്റും. ഇവിടെ കാരയിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹൈ ഡിഗ്രി ഓഫ് ഊഗാമസ് റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട് ഇൻ കാര. അപ്പൊ ഈ കാരയില് ഊഗാമസ് റീപ്രൊഡക്ഷൻ തന്നെയാണ്. അപ്പൊ ഇതില് ഫോമിങ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, ഗ്ലോബ്യൂൾസും ന്യൂക്യൂൾസും എന്ന് പറയുന്ന ആന്ത്രിഡിയ ആൻഡ് ഊഗോണിയ, ആന്ത്രിഡിയം ഊഗോണിയം ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഗ്ലോബ്യൂൾ ആൻഡ് ന്യൂക്യൂൾ, ആൻഡ് ദിസ് ആർ സറൗണ്ടഡ് ബൈ സ്റ്റെറൈൽ സെൽസ്. ഓക്കെ, അപ്പൊ അതാണ് കാരയുടെ പ്രത്യേകത. അപ്പോൾ ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ സീൻ ഇൻ ആൽഗെ. ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, asexual reproduction and sexual reproduction. Okay, അപ്പം റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. See, this is isogamous reproduction represent ചെയ്തിരിക്കുന്നത്. ഗാമേറ്റ്സ് സിമിലർ ആണ്. അനൈസോഗമി ഡിസിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഊഗമി ഡിഫറെന്റ് മോർഫോളജിക്കലി, ഫിസിയോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ഗാമേറ്റ്സ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ലൈഫ് സൈക്കിൾ പാറ്റേൺ ഓഫ് ആൽഗെ. അപ്പൊ ഈ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ അതില് ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് നടക്കുന്നുണ്ട് ജനിച്ചപ്പോ മുതല്. അപ്പൊ ആ സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമുക്ക് ഇങ്ങനെ സൈക്ലിക് വേയില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേരിയസ് സ്റ്റേജസ് അല്ലെങ്കിൽ സീരിയസ് സൈക്ലിക് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജനറേഷൻ തൊട്ട് അടുത്ത ജനറേഷൻ വരെ എങ്ങനെയാണ് ഈ സീരീസ് അല്ലെങ്കിൽ ഈ സ്റ്റേജസ് നടന്നു പോകുന്നത്? അതിനെ നമുക്ക് ലൈഫ് സൈക്കിൾ എന്ന് പറയാം. ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ അസെക്ഷൽ അല്ലെങ്കിൽ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന എല്ലാ ആൽഗയിലും ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് റെഗുലർ സൈക്ലിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അവിടെ കാണുന്നത് ഹാപ്ലോയിഡ് ഫേസ് ആയിരിക്കും. അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അവിടെ കാണുന്നത് ഡിപ്ലോയിഡ് ഫേസ് ആയിരിക്കും. This haploid phase alternates with the diploid phase.
Okay, but that can be seen in most of the algae. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഈ ആൽഗയിൽ there are five main kinds of life cycles. ഒന്ന് haplontic life cycle, second one diplontic life cycle, third diplohaplontic, and fourth haplobiontic, fifth one is diplontic. ഓക്കെ, അപ്പൊ ഇത് 5 ലൈഫ് സൈക്കിൾ പാറ്റേൺസും എങ്ങനെയാ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് ഏതാ പറഞ്ഞത്? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ഇൻ വിച്ച് എങ്ങനെയാണ്? ഗാമറ്റോജനിക് മൈറ്റോസിസ് ആൻഡ് സൈഗോട്ടിക് മിയോസിസ് നടക്കുന്നു. ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാല് ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ബോഡി. അപ്പൊ ഈ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലോയിഡി ലെവല് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഗാമറ്റോഫൈറ്റ് ഗാമറ്റാൻജിയ ഫോം ചെയ്യുന്നു. ഈ ഡയഗ്രം നോക്കിയാൽ മതി. യു ക്യാൻ സീ ദ ഗാമറ്റോഫൈറ്റ്. അപ്പൊ ഈ ഗാമറ്റോഫൈറ്റ് ഗാമറ്റാൻജിയ ഫോം ചെയ്യുന്നു. ആൻഡ് ദിസ് ഗാമറ്റാൻജിയ അണ്ടർഗോയിങ് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത്. മൈറ്റോസിസ് നടക്കുന്നു. അപ്പൊ ഈ ഇതില് മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഫീമെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ടേക്സ് പ്ലേസ്. അപ്പം അത്രയും വരെ ഈ ഫ്യൂഷൻ നടക്കുന്നത് വരെ ഹാപ്ലോയിഡ് ഫേസ് ആണ്. അത് കഴിഞ്ഞാൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗമി നടക്കുന്നു, ഫ്യൂസ് ചെയ്യുന്നു, ഡിപ്ലോയിഡ് ഫേസ് ഉണ്ടാവുന്നു, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. ആ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്ന കഴിഞ്ഞാൽ ദാറ്റ് ഫേസ് ക്യാൻ ബി സെഡ് ടു ബി ഡിപ്ലോ ഫേസ്. ഓക്കെ, ഡിപ്ലോയിഡ് ഫേസ്. അപ്പൊ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ സൈഗോട്ട് ഇറ്റ് ഇസ് അണ്ടർഗോയിങ് മിയോസിസ്. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന സ്പോസ് ഹാപ്ലോയിഡ് സ്പോസ് ആയിരിക്കും. ഹാപ്ലോയിഡ് സ്പോസ് ഉണ്ടാവുന്നു. അപ്പൊ വീണ്ടും ഹാപ്ലോയിഡ് ജനറേഷനിലേക്ക് എത്തി അല്ലെ. അപ്പൊ ആ സൈഗോട്ട് ഉണ്ടാവുന്ന ആ സമയത്ത് മാത്രമാണ് സൈഗോട്ടിക് ഫേസ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഫേസ്. ദാറ്റ് ഇസ് ഷോർട്ട് ഡ്യൂറേഷൻ. കണ്ടോ, ഈ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മെജോറിറ്റി ഓഫ് സ്റ്റേജസ് അല്ലെങ്കിൽ കൂടുതൽ ഡ്യൂറേഷൻ ഏതാണ്? ഹാപ്ലോയിഡ് ഫേസ് ആണ്. ഡിപ്ലോയിഡ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹാവിംഗ് ഓൺലി ഷോർട്ട് ഡ്യൂറേഷൻ. And meiosis undergo meiospores, and these meiospores undergo germination. Meiospores എന്ന് പറയുന്ന ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനുണ്ടാവുന്ന പ്ലാൻ ബോഡി? എങ്ങനെയായിരിക്കും? ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി തന്നെയായിരിക്കും. അപ്പൊ ഈ ഹാപ്ലോയിഡ് സ്പോർസ് ഫ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഡിപ്ലോയിഡ് പ്ലാൻ ബോഡി ആവുകയുള്ളൂ. അതൊന്ന് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ മെയോസിസ് നടക്കുന്നുണ്ട്. മെയോസിസ് നടന്ന് വീണ്ടും ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്തു, ജെർമിനേറ്റ് ചെയ്തു. ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർഗോ ഒരു ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ജനറേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെയാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഗാമറ്റോഫൈറ്റിക് ഫേസസ് ഹാപ്ലോയിഡ് ആണ്, മൾട്ടിസെല്ലുലാർ ആണ്. ആൻഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് ആണ് പ്രൊലോങ്ഡ് ആയിട്ട് കാണുന്നത്. പ്രോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റിക് ഫേസ് ആണ്. സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. സൈഗോട്ട് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ് അല്ലെ. യൂണിസെല്ലുലാർ ആണ് ഏറ്റവും ആ സൈഗോട്ട് ഉണ്ടായി അത് ഡിവൈഡ് ചെയ്യുന്നത് വരെയുള്ള സ്റ്റേജ്, മിയോസിസ് നടക്കുന്നത് വരെയുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ലീസ്റ്റ് പ്രോമിനന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആൽഗയിൽ യു ക്യാൻ സി റെഗുലർ ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസസ്. ഓക്കെ, അപ്പം ഹാപ്ലോയിഡ് ഫേസും ഡിപ്ലോയിഡ് ഫേസും തമ്മിൽ ഇങ്ങനെ ഓൾട്ടറേഷൻ കാണുന്നുണ്ട്. പക്ഷെ നോ ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ ഗാമറ്റോഫൈറ്റിക് ആൻഡ് സ്പോറോഫൈറ്റിക് ജനറേഷൻ. ഗാമറ്റോഫൈറ്റിക് ജനറേഷനും സ്പോറോഫൈറ്റിക് ജനറേഷനും തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്നില്ല. ഓൺലി ദീസ് ഹാപ്ലോയിഡ് ഫേസ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസ് ആർ ഓൾട്ടർനേറ്റിംഗ്. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾസ് ആർ കോമൺ ഇൻ ഏതിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഫിലമെന്റസ് ആൽഗയിലൊക്കെ കാണുന്നതാണ്. യൂളോത്രിക്സ്, പൈറോഗോറ, യൂഡോഗോണിയം എന്ന് പറയുന്ന ഫിലമെന്റസ് ആൽഗയിലെല്ലാം കാണുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇസ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആ പേരും തന്നെ അറിയാൻ പറ്റും. എന്തെന്നാ, ഏത് ജനറേഷൻ ആയിരിക്കും കൂടുതൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ?
സ്പോറോഫൈറ്റിക് ജനറേഷൻ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഇവിടെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ്? ഗാമറ്റോജനിക് മിയോസിസ്, ഗാമറ്റ് അണ്ടർഗോസ് മിയോസിസ്. സൈഗോട്ട് ആണെങ്കിലോ സൈഗോട്ട് മൈറ്റോസിസ് ആണ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, ഗാമേറ്റ് മിയോസിസ് നടക്കുന്നു, ആൻഡ് ഗാമറ്റോജനിക് മിയോസിസ് ആൻഡ് സൈഗോട്ടിക് മൈറ്റോസിസ് ആണ് നടക്കുന്നത്. അപ്പൊ ഹിയർ ദ സ്പോറോഫൈറ്റിക് ഫേസ് ഇവിടെ കാണുന്നില്ലേ മോളില് ഈ ലൈഫ് സൈക്കിളിൽ സ്പോറോഫൈറ്റ് 2n എന്ന് എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് മൾട്ടിസെല്ലുലാർ സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഇത് ഡിപ്ലോയിഡ് ആണ്. ആൻഡ് ദിസ് ഫേസസ്, ഈ സ്പോറോഫൈറ്റിക് ഫേസ് ആണ് കൂടുതലും പ്രോമിനന്റ് കൂടുതൽ ഡ്യൂറേഷൻ കാണുന്നതാണ് ഈ സ്പോറോഫൈറ്റിക് ഫേസ്. ഓക്കെ, ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സ്പോറോഫൈറ്റിക് ഫേസ് ഗാമറ്റാൻജിയ ഫോം ചെയ്യുന്നു. മെയിൽ ഗാമറ്റാൻജിയ, ഫീമെയിൽ ഗാമറ്റാൻജിയ ഉണ്ടാവും. ഗാമറ്റാൻജിയ ഇറ്റ് ഇസ് അണ്ടർഗോയിങ് മിയോസിസ് ആൻഡ് ഇസ് ഫോമിങ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഉണ്ടാവുന്നു. ആ ഗാമറ്റാൻജിയക്കകത്ത് ആണ് മിയോസിസ് നടക്കുന്നത്. അപ്പൊ മിയോസിസ് നടന്ന് ഗാമേറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗാമേറ്റ്സ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സിംഗമി പ്രോസസ്സിനെ പറയുന്നതാണ് സിംഗമി. ഓക്കെ, ഈ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഫോംസ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ജെർമിനേറ്റ് ചെയ്യുന്നു. ഈ സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അത് ഡിപ്ലോയിഡ് ജനറേഷൻ തന്നെയല്ലേ ആവുന്നത്, ഡിപ്ലോയിഡ് ഫേസ് തന്നെയല്ലേ കാണുന്നത്. അപ്പൊ ഇവിടെ ഹാപ്ലോയിഡ് ഫേസ് എന്ന് പറയുന്നത് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഷോർട്ട് ലിവിംഗ് ആണ്, യൂണിസെല്ലുലാർ ആണ്, ലീസ്റ്റ് പ്രോമിനന്റ് ആണ്. ഓക്കെ, സ്ഥാനത്ത് മോസ്റ്റ് പ്രോമിനന്റ് ആയി കാണുന്നത് മൾട്ടിസെല്ലുലാർ ഫോം ആയിട്ട് കാണുന്ന ഈ ഡിപ്ലോയിഡ് ഫേസ് ആണ്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്. ഓക്കെ, ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ് ഷോർട്ട് ആണ്, അല്ലെങ്കിൽ ലീസ്റ്റ് പ്രോമിനന്റ് ആണ്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ പ്രത്യേകത. ദ നെക്സ്റ്റ് ഇസ് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ പേര് തന്നെ അറിയാം, ഡിപ്ലോഹാപ്ലോണ്ടിക്, അതായത് ഡിപ്ലോയിഡ് ഫേസും ഹാപ്ലോയിഡ് ഫേസും കാണാൻ പറ്റും. ഇപ്പൊ ഈ രണ്ട് ഫേസും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഗാമറ്റോജനിക് മൈറ്റോസിസ് ആൻഡ് സ്പോറോജനിക് മിയോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഗാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഉണ്ടാവുന്നുണ്ട്. ഗാമറ്റോഫൈറ്റ് ആൻഡ് സ്പോറോഫൈറ്റ് കാണുന്നില്ല ഇവിടെ, ഗാമറ്റോഫൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, സ്പോറോഫൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഗാമറ്റോഫൈറ്റ് ആണെങ്കിലും സ്പോറോഫൈറ്റ് ആണെങ്കിലും ദേ ആർ മൾട്ടിസെല്ലുലാർ ആണ്, വെജിറ്റേറ്റീവ് ആണ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. അവർ ഒരേപോലെ പ്രോമിനന്റ് ആണ്. അതുകൊണ്ടാണ് ഡിപ്ലോഹാപ്ലോണ്ടിക്, രണ്ടും ഒരേപോലെ മൾട്ടിസെല്ലുലാർ, വെജിറ്റേറ്റീവ് ആണ്, വെജിറ്റേറ്റീവ് പ്ലാന്റ് ബോഡിയാണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഈക്വലി പ്രോമിനന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ there is regular alternation കാണാൻ പറ്റും നമുക്ക് between diploid gametophytic and haploid sporophytic generation. ഓക്കെ, ഇപ്പോ ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണുന്നത് ഏതിലൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ക്ലാഡോഫോറ, എൻഡ്രോമോർഫ, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട. ഇമ്പോർട്ടന്റ് ആണ്. ക്ലാഡോഫോറ, എൻഡ്രോമോർഫ, എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ഇതിലൊക്കെയാണ് ഡിപ്ലോഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സ്പോറോഫൈറ്റിക് ജനറേഷൻ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ജനറേഷൻ അണ്ടർഗോ മിയോസിസ് എന്ന് വെച്ചാൽ മിയോസ്പോസ് ഫോം ചെയ്യുന്നു. ആ മിയോസ്പോസ് എന്ന് പറഞ്ഞാൽ തന്നെ ദേ ആർ ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് ദീസ് മിയോസ്പോസ് അണ്ടർഗോ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാപ്ലോയിഡ് സ്പോസ് ഉണ്ടാവുന്ന പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എപ്പോഴും ഗാമറ്റോഫൈറ്റ്, അതായത് അവരും ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. അപ്പൊ ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗാമറ്റോഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഗാമറ്റാൻജിയ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ഗാമറ്റാൻജിയ ഇസ് അണ്ടർഗോയിങ് മൈറ്റോസിസ്, സെൽ ഡിവിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. അപ്പൊ ഈ ഗാമറ്റാൻജിയക്കകത്ത് മൈറ്റോസിസ് നടക്കുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ദീസ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസസ് ടു ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്, അതായത് സിംഗമി നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആൻഡ്
continues അല്ലെങ്കിൽ enters into the sporophytic generation. അപ്പോൾ ഓരോ സൈഗോട്ടും undergoes repeated mitotic division and give rise to a diploid sporophyte. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് produces haploid meiospores അല്ലെങ്കിൽ സ്പോറോജനിക് മിയോസ്പോസ്. അപ്പം പിന്നെ വീണ്ടും മൾട്ടിസെല്ലുലാർ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ജനറേഷൻ ഡിപ്ലോയിഡ് ഫേസും ഹാപ്ലോയിഡ് ഫേസും ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിൽ. ദെൻ നെക്സ്റ്റ് യു ക്യാൻ സി haplobiontic life cycle. Haplobiontic life cycle. Here haplobiontic എന്ന് പറയുമ്പോൾ diploid phase is followed by two dissimilar haploid generation. Haplobiontic എന്ന് വെച്ചാൽ ബൈ രണ്ട് ഡിപ്ലോയിഡ് ഫേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്താണ് ഹാപ്ലോയിഡ് ജനറേഷൻ, രണ്ട് ഹാപ്ലോയിഡ് ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും വ്യത്യസ്തമാണ്, ഡിസിമിലർ ആയിട്ടുള്ള ഹാപ്ലോയിഡ് ജനറേഷൻ ആണ് ഉണ്ടാവുന്നത്. നെമാലിയോൺ ബട്രാക്കോസ്പെർമം എന്ന് പറയുന്ന ആൽഗയിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഇതില് ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ഹാപ്ലോയിഡ് ആൻഡ് മൾട്ടിസെല്ലുലാർ ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ആണ്. ഓക്കെ, ഹാപ്ലോയിഡ് ആണ് ഡോമിനന്റ് ഫേസ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഉണ്ടാവുന്നു by gametogenic mitosis. ഇതില് സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ സൈഗോട്ട് ആണ് ഡിപ്ലോയിഡ് ഫേസ്. ദാറ്റ് ഈസ് ഓൺലി ഡിപ്ലോയിഡ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? സൈഗോട്ട് മാത്രമേ ഉള്ളൂ ഡിപ്ലോയിഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈഗോട്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? മിയോസിസ് നടക്കുന്നു. ന്യൂക്ലിയസ് ആണ് അണ്ടർഗോയിങ് മിയോസിസ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. ഓൺലി ദ ന്യൂക്ലിയസ് ഇസ് ഡിവൈഡിങ് വിത്തൗട്ട് സൈറ്റോപ്ലാസ്മിക് ക്ലീവേജ്. ഓക്കെ, but the zygote will contain haploid nuclei. ഹാപ്ലോയിഡ് ന്യൂക്ലിയ ഉണ്ടാവും. ആൻഡ് അപ്പൊ അങ്ങനെ ഉണ്ടാവും കഴിയുന്ന സമയത്ത് they will not produce spores ഉണ്ടാവില്ല. പകരം എന്താ ഉണ്ടാവുന്നത്? അപ്പൊ അതിങ്ങനെ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് they produce small haploid branching filamentous that is form of plant body ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് കാർപ്പോസ്പോറോഫൈറ്റ്. സി ദിസ് ഇസ് ദി കാർപ്പോസ്പോറോഫൈറ്റ്. അങ്ങനെ കാർപ്പോസ്പോറോഫൈറ്റ് ഉണ്ടാവുന്നു. ഈ കാർപ്പോസ്പോറോഫൈറ്റ് എപ്പോഴും ഒരു ഗാമറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതിന്റെ ടിപ്പിലാണ് യു ക്യാൻ സി കാർപ്പോസ്പൊറാഞ്ചിയ ഉണ്ടാവുന്നു. ഈ കാർപ്പോസ്പൊറാഞ്ചിയക്കകത്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ കാർപ്പോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കാർപ്പോസ്പോറോഫൈറ്റ്, കാർപ്പോസ്പൊറാഞ്ചിയം ആൻഡ് കാർപ്പോസ്പോസ് കാണുന്നില്ലേ? അപ്പം ഈ കാർപ്പോസ്പോസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ കാർപ്പോസ്പോസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് undergoing mitotic division and give rise to new haploid generation ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് കൂടുതലും ഡോമിനന്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഫേസ് ആണ്. രണ്ട് തരത്തിലുള്ള, അപ്പൊ ഇപ്പം നമ്മൾ ഒരു തരത്തിലുള്ള ഹാപ്ലോയിഡ് ഫേസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാലോ ഹാപ്ലോയിഡ് ദാറ്റ് ഇസ് കാർപ്പോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ഈ ഗാമറ്റോഫൈറ്റ് മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റ് ഇതെന്ന് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഫോം ചെയ്യുന്നു. ഇറ്റ് വിൽ അണ്ടർഗോ മൈറ്റോസിസ് ആൻഡ് പ്രൊഡ്യൂസ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്, അണ്ടർഗോ ഫ്യൂഷൻ ആൻഡ് ഫോംസ് സൈഗോട്ട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. അപ്പൊ ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ ഗാമറ്റോഫൈറ്റിക് ഫേസ്, അതായത് ഈ ജനറേഷൻ ഇങ്ങനെ സ്റ്റേജസ്, ഈ ദീസ് ടൈപ്പ് ഓഫ് ആൽഗേസ് ബട്രാക്കോസ്കോമൻ, നെമാലിയോൺ അങ്ങനെയുള്ളതിലൊക്കെ നടക്കുന്നു. അപ്പൊ ആ ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിളിനെയാണ് ഹാപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ഹാപ്ലോഡിപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ. ഹാപ്ലോഡിപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ, അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഈ ലൈഫ് സൈക്കിളില് can see haploid phase is followed by two successive diploid generation. ഇവിടെ ഹാപ്ലോയിഡ് ഫേസ് എന്ന് പറയുന്നില്ലേ, ആ ഹാപ്ലോയിഡ് ഫേസ് കഴിഞ്ഞാൽ രണ്ട് ഡിപ്ലോയിഡ് ജനറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. പോളിസൈഫോണിയാണ് ക്ലാസിക്കൽ എക്സാമ്പിൾ. പോളിസൈഫോണിയയിൽ കാണുന്നതാണ് ഈ ഹാപ്ലോ ഡിപ്ലോബയോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഹിയർ ദ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്.
ഹാപ്ലോയിഡ് മെയിൻ പ്ലാന്റ് ബോഡി. അപ്പം ആൻഡ് മൾട്ടി സെല്ലുലാർ ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്തായിരിക്കും? ഗാമറ്റോഫൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതെന്ന് ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമറ്റോഫൈറ്റ് എന്ന് ഉണ്ടാവുന്ന എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. ഗാമറ്റോഫൈറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ഗാമേറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോസിസ് നടന്നു കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഫോം ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പൊ ഇവിടെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായിരിക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ ഈ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്നു. ഓക്കെ, മെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഏറ്റവും മുകളിൽ തന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ദിസ് വൺ, ഈ മെയിൽ ഗാമറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അപ്പൊ അത് മൈറ്റോസിസ് നടക്കുന്നു, മെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു, ഫീമെയിൽ ഗാമേറ്റ് ഫോം ചെയ്യുന്നു, ഫ്യൂസ് ചെയ്യുന്നു ആൻഡ് ഫോംസ് എ സൈഗോട്ട്. സൈഗോട്ട് ഷോർട്ട് ലിവിംഗ് ആണ്. മൈറ്റോസിസ് നടക്കുന്നു ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് കാർപ്പോസ്പോറോഫൈറ്റ്. കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ കാണുന്നില്ലേ? അപ്പൊ ഈ സൈഗോട്ടിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കാർപ്പോസ്പോറോഫൈറ്റ്. അപ്പൊ ഈ ഫിലമെന്റസ് കാർപ്പോസ്പോറോഫൈറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കാർപ്പോസ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഈ കാർപ്പോസ്പോറോഫൈറ്റ് പ്രൊഡ്യൂസസ് കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഡിപ്ലോയിഡ് ആണ്. സിംഗമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഡിപ്ലോയിഡ് ഫോംസ് ആണ് കാണുന്നത്. അപ്പൊ സൈഗോട്ട് എന്ന് കാർപ്പോസ്പോറോഫൈറ്റ് ഉണ്ടായി. കാർപ്പോസ്പോറോഫൈറ്റ് എന്തുണ്ടാവും? പ്രൊഡ്യൂസേഴ്സ് ഡിപ്ലോയിഡ് കാർപ്പോസ്പോസ്. ഓക്കെ, അപ്പം കാർപ്പോസ്പോസ് ഉണ്ടാവുന്നു. കാർപ്പോസ്പോറോഫൈറ്റ് undergo mitotic division and forms കാർപ്പോസ്പോസ്. ഓക്കെ, കാർപ്പോസ്പോസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിപ്ലോയിഡ് ടെട്രാസ്പോറോഫൈറ്റ് പ്ലാന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ ടെട്രാസ്പോറോഫൈറ്റ് പ്ലാന്റ് പ്രൊഡ്യൂസസ് ടെട്രാസ്പൊറാൻജിയ. ടെട്രാസ്പൊറാൻജിയ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പോറോജനിക് മിയോസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ട്? ടെട്രാസ്പൊറാൻജിക്കകത്ത് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് ടെട്രാസ്പോസ്. അതായത് ഹാപ്ലോയിഡ് ഫേസിലേക്ക് എൻ്റർ ചെയ്തു. അപ്പൊ ഹാപ്ലോയിഡ് സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിച്ച് ജെർമിനേറ്റ് ഫോം ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് സെൽസ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഹാപ്ലോ ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിളിൽ കാണുന്നത്. ഡിപ്ലോയിഡ് ഫേസ് ഓൾട്ടർനേറ്റ്സ് വിത്ത് ഹാപ്ലോ ഫേസ്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പം then next we can move on to classes, main classes. അപ്പം ഈ ക്ലാസ്സസ് Cyanophyta, then Chlorophyta, Xanthophyta, Basilariophita, Phaeophyta, Rhodophyta. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ കൂടെയാണ് നോക്കാനുള്ളത്. അപ്പൊ അത് that we can discuss in the next session. Okay, thank you.